വിഷ്ണുവിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പേ എനിക്ക് അറിയുന്ന ഒരാളായിരുന്നു. അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വിഷ്ണുവേട്ടൻ പറയും, 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിഷ്ണുവേട്ടൻ എന്നെ കണ്ടിട്ടുണ്ട്. അന്ന് വിഷ്ണുവേട്ടൻ 5-ാം ക്ലാസ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ +1 +2 ഒക്കെ എത്തിയപ്പോഴാണ് വിഷ്ണുവേട്ടൻ ഇഷ്ടമെന്ന് പറയണതൊക്കെ. പിന്നെ ഡിഗ്രി ഫൈനൽ ഇയർ ആയി ഞാൻ തിരിച്ചിഷ്ടമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയുക സ്നേഹം തന്നെയാണ്. എല്ലാത്തിനും കൂടെ നിൽക്കാനൊരു മനസ്സുണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് എല്ലാവർക്കും ഉണ്ടാവില്ല. ഇപ്പം ഞാനൊരു ഫംഗ്ഷന് പോകുമ്പോഴായാലും ഷൂട്ടിന് പോകുമ്പോഴായാലും ഒക്കെ വിഷ്ണുവേട്ടനാണ് കൂടെ ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു കഥ കേൾക്കുമ്പോൾ, ഒരു സിനിമ കണ്ടിറങ്ങുമ്പോഴൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുള്ളതും വിഷ്ണുവേട്ടനാണ്. അപ്പം ആ ഒരു സപ്പോർട്ട് എന്നുള്ളത് നമുക്ക് വലിയൊരു കോൺഫിഡൻസ്. ഇപ്പോൾ വർഷയ്ക്കായാലും പറഞ്ഞാൽ മനസ്സിലാവും. അപ്പം നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അല്ലേ, അത് തന്നെയാണ് നമ്മൾ ഭർത്താവ് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴും കിട്ടുന്നത്. അപ്പോൾ അതിൽ ഞാൻ വലിയ ഭാഗ്യവതിയാണ് വിഷ്ണുവേട്ടൻ കൂടെ ഉള്ളതിൽ. വിഷ്ണുവേട്ടൻ മാത്രമല്ല കേട്ടോ, വിഷ്ണുവേട്ടൻ്റെ ഫാമിലി ആയാലും അതെ. എൻ്റെ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ ഞാൻ വരെ വിട്ടുപോകും പറയാനായിട്ട്, അമ്മ ഈ പരിപാടി ഉണ്ട് കേട്ടോ അമ്മ അച്ഛൻ എന്ന് പറയാനായിട്ട് വിട്ടുപോകും. പക്ഷേ അവരത് കണ്ട് പിടിച്ച് ഞങ്ങൾ പ്രോഗ്രാം കണ്ടു മോളെ, അല്ലെങ്കിൽ സിനിമയായാലും നാട്ടിൽ ഞാനില്ലെങ്കിൽ എൻ്റെ ഫാമിലിയും വിഷ്ണുവിൻ്റെ ഫാമിലിയും ഒരുമിച്ച് പോയിട്ട് സിനിമ കാണും. അപ്പം എനിക്കും അതെ ഫാമിലിയായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ സന്തോഷം എന്നൊരു മൂവി ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലായാലും എല്ലാവരും കാണുമ്പോൾ പറയും എന്നോട്, ഈ ഒരു സിനിമ ഭയങ്കര നന്നായിട്ടുണ്ട്, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഞാനും അത് തിയേറ്ററിൽ ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരെയും കാണിക്കാനായിട്ട്. ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ ഒരു 5 മാസം മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇതേപോലെ ഒരുപാട് സിനിമയിലുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, പുറത്ത് പറയുകയൊന്നും വേണ്ട, കാരണം സിനിമ പിന്നെ കിട്ടില്ല, കാരണം നമുക്ക് അഭിനയിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് പറയുകയാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും ആ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ശരിക്കും അങ്ങനെ പറയുന്നത് ഒരു മിത്താണോ, അല്ലെങ്കിൽ അതിൽ ശരി എന്തെങ്കിലും കഴമ്പുണ്ടോ? അതായത് കല്യാണത്തിന് ശേഷം നമ്മൾക്ക് സിനിമ അഭിനയിക്കാൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പെൺകുട്ടികൾക്ക് എന്നുള്ളൊരു കാര്യം. ഇപ്പം എത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അതല്ല, ചിലപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കുക. കാരണം ഇപ്പോൾ സുഖേട്ടൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ആയപ്പം 5 വയസ്സ് വരെ ആരെ ഏൽപ്പിക്കാൻ പാടില്ല. എൻ്റെ അച്ഛനെ അമ്മയെ ഏൽപ്പിക്കാൻ പാടില്ല, സുഖേട്ടൻ്റെ അച്ഛനെ അമ്മയെ ഏൽപ്പിക്കാൻ പാടില്ല. കാരണം എല്ലാവരും കുഞ്ഞുങ്ങളെ കാണാൻ ഇങ്ങോട്ട് വന്നോട്ടെ, 10 ദിവസം നിന്നോട്ടെ, അല്ലെങ്കിൽ 10 മാസം നിന്നോട്ടെ. പക്ഷേ കുഞ്ഞിൻ്റെ ഒരു ഓൾ ഇൻ ഓൾ മേൽനോട്ടം ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ജോലിക്ക് പോകുന്ന അച്ഛനമ്മമാരുടെ സമയമാണ്. അപ്പൂപ്പനെ അമ്മൂമ്മയെ ഏൽപ്പിച്ചേച്ച് അവരുടെ ജോലിയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. പക്ഷേ അത് ആ കാലത്ത് അതല്ല. ഇപ്പം ഞാൻ നിസ്സാരം ഇപ്പം ഈ മോളെ പോലെ തന്നെയാണ് പിന്നെ എൻ്റെ മരുമക്കളെല്ലാം. അവരൊക്കെ ഡ്രസ്സ് മാച്ചിങ്ങിന് മാച്ചിട്ട് ഞങ്ങളൊക്കെ എന്തെല്ലാം പറഞ്ഞ് അമ്മമാർ പേടിപ്പിച്ചിട്ടുണ്ട്. താലി മാത്രം ഉരി വെക്കല്ലേ മോളെ, കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ ഇതാണ്. പണ്ട് തമിഴിലൊരു ചൊല്ലുണ്ട്, ആവതും പെണ്ണാലെ അഴിവതും പെണ്ണാലെ എന്ന്. അതായത് ഒരു കുടുംബം നന്നാവുന്നതും പെണ്ണിനെ കൊണ്ടാണ്, നശിക്കുന്നതും പെണ്ണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അയ്യോ നമ്മളൊക്കെ അന്നത്തെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ അമ്മമാരും അമ്മമാരും ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ വിശ്വാസങ്ങൾ നമ്മളിലുണ്ട്. ഇന്നിപ്പോൾ പറഞ്ഞാൽ പറ്റുമോ? ഇതിപ്പോൾ പൂർണ്ണിമയ്ക്കായാലും സുപ്രിയയ്ക്കായാലും താലിമാല ഇല്ലേലും സാരമില്ല, മാച്ചിനുള്ള കമ്മലും മാലയും മതി. അപ്പം ഇതൊക്കെയായി കാലം, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് പറയാൻ കാര്യം, ഒത്തുകൊണ്ടുവരാൻ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ സിനിമ നഷ്ടപ്പെടണമെന്നൊന്നുമില്ല. എല്ലാവരും വിളിക്കും. പോണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ കുടുംബത്തിൽ ഭർത്താവുമായിട്ടിരുന്ന് ആലോചിക്കുക, അത്രേ ഉള്ളൂ. ചേച്ചി പറഞ്ഞിട്ടുണ്ട് മുന്നേ, അതായത് സുഖേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ 3 സ്ഥലങ്ങളിലായിട്ടുള്ള താമസം ഉണ്ടാവില്ലായിരുന്നു, ഒരുമിച്ചായിരിക്കും. തീർച്ചയായിട്ടും. അല്ല, അത് സത്യം കേട്ടോ. ഞാൻ ഇന്നും പറയുന്നത്, കാരണം അതിൻ്റെ കാര്യം കൊണ്ട് ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയാം. കാരണം ആൺകുട്ടികൾ കണ്ടുപിടിക്കേണ്ടത് പെൺപിള്ളേർ അവരുടെ അച്ഛനെ അമ്മയൊക്കെ നോക്കുന്നതാണ്. അല്ല, നോക്കുക എന്ന് വെച്ചാൽ അങ്ങനെ വെറുതെ കാശ് കൊടുത്ത് നോക്കുന്നതിനുള്ള അർത്ഥമല്ല. കാരണം എപ്പോഴും പെൺകുട്ടികൾക്കാണ് ഒരു വലിയ കെയർ കൂടുതൽ, അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞത്. ആൺകുട്ടികൾ എന്താ വിചാരിക്കുക, ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ സുപ്രീം വിളിക്കും, പൂർണിമയെ വിളിക്കും. ഞാൻ നേരെ തിരിച്ചാണ്. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മക്കളോട് പറയും. അപ്പം ഞാൻ വെറുതെ തമാശ, അവരൊക്കെ എന്തൊരു കെയറാണ് അവരുടെ അമ്മയുടെ ഒരു ചുമ വന്നാലും ഇത് എല്ലാം കൂടെ ഒരാൾ പറയരുത്. അമ്മയാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് പ്രൊഡ്യൂസർ കാശ് മുടക്കി ഉണ്ടാക്കുന്നൊരു സംഭവമാണ് സിനിമ. കൃത്യസമയത്ത് പോകണം, ജോലി ചെയ്യണം, നീ കാശ് വാങ്ങിച്ചോ, പക്ഷേ ജോലിയിൽ വീഴ്ച വരുന്നത് ആ ആളാണ് പറയുന്നത്. അമ്മ ചുമച്ചപ്പോൾ വണ്ടി കയറി എന്നൊക്കെ പറയുമെങ്കിലും ജനറലി ഞാൻ കണ്ടിരിക്കുന്നത് പെൺകുട്ടികൾക്ക് ഉള്ള സാമർഥ്യം, അവരുടെ അച്ഛനെയും അമ്മയും പ്രൊട്ടക്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ആയാലും ശരി ആ ഒരു കഴിവ് ആ കുട്ടികൾക്കില്ല. അതാണ് ചിലർ ഈ പരാതി പറയുന്നത്. മരുമക്കൾ വന്ന് കയറിയപ്പോൾ എൻ്റെ മോൻ പോയേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കാര്യം ഇല്ല. അത് അമ്മമാർ മനസ്സിലാക്കണം. ആൺപിള്ളേർക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലേ, അതേസമയം പെൺകുട്ടികൾ അങ്ങനെയല്ല. ഇപ്പോൾ അറിയാതെ ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ ഒരമ്മയ്ക്ക് അസുഖമുണ്ട്, ഒരു പക്ഷേ അവരറിയുന്നത് വേറൊരാൾ വഴി ആണെങ്കിൽ പോലും വണ്ടി എടുത്ത് എന്താ അമ്മ പറയാത്തത്, അല്ല എന്താ അച്ഛൻ പറയാത്തത് എന്ന് ചോദിക്കും. അതേസമയം ആൺപിള്ളേർ ഇത് അറിയണമെങ്കിൽ ഈ മരുമക്കൾ പറയണം, ഒന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അറിയിക്കണം.
ഞാനിതിന് രണ്ടിനും പോകത്തില്ല. ഒരു സമാധാനമായിട്ട് ജോലി എടുത്തുകൊണ്ട് അവിടെ കിടക്കാൻ. അതിനകത്ത് വേറൊരു വ്യത്യാസമുണ്ട്, അത് സത്യമാണ്. കാരണം ഞാനിപ്പോൾ പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത്, വയനാട്ടിൽ താമസിച്ചതിൽ തിരുവനന്തപുരത്താണ് എൻ്റെ നാട്. ഹരിപ്പാടാണ്, ആലപ്പുഴ. പക്ഷേ ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത്, വളർന്നത്. എൻ്റെ അച്ഛൻ യൂണിവേഴ്സിറ്റി ജോലി ചെയ്തത്, എൻ്റെ ചേട്ടൻ മെഡിക്കൽ കോളേജ് പഠിച്ചത്, ചേച്ചിമാരും ഞാനും ട്രിവാൻഡ്രം വിമൻസ് കോളേജിലാണ് പഠിച്ചത്. ഞാൻ അവിടുത്തെ വലിയ ആർട്സ് ക്ലബ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു, വിപ്ലവം സൃഷ്ടിച്ച ആർട്സ് ക്ലബ് സെക്രട്ടറിയാണ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ വളർന്ന് എൻ്റെ ചേട്ടനെ സ്നേഹിക്കുന്ന ഇഷ്ടം. ഇപ്പോൾ ചേട്ടൻ അമേരിക്കയിലെ വലിയ ഓങ്കോളജിസ്റ്റും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരും പോവും. അപ്പോൾ ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഡോക്ടേഴ്സ്, പിന്നെ എൻ്റെ അച്ഛനെ അമ്മമാരുടെ ഒരുപാട് റിലേറ്റീവ്സ്, എൻ്റെ ചേച്ചി ഒരാളവിടെ ഉണ്ട്, ഒരാളിവിടെ എറണാകുളത്താണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു തറവാട് പോലെ ഫീൽ ചെയ്തത് എപ്പോഴും ട്രിവാൻഡ്രമാണ്. അപ്പോൾ അവിടുന്ന് മൂടോടെ പറിച്ച് എപ്പോഴും ചോദിക്കും പിള്ളേർ, അപ്പോൾ എന്തൊരു സുഖമാണ് അമ്മ. എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നത് അമ്മ എന്താ തിരുവനന്തപുരത്ത് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് ഇവിടെ അച്ഛൻ വെച്ച വീടും എല്ലാം അവിടെ കിടക്കുക, എല്ലാം കൂടെ കളഞ്ഞേച്ച് ഞാനിവിടെ വന്ന് എന്തോ ചെയ്യാനാ. വേണ്ടൂല്ല ഇവരിവിടെ ഇരിക്കുമെങ്കിൽ. ഞാനിവിടെ വരുമ്പോൾ എവിടാ രാജു, എവിടാ? ആ രാജു ഇപ്പോഴേ മറ്റേ ഇവിടെ എന്താ ടർക്കിയിൽ ഇവർ ടർക്കിയിൽ നിൽക്കുന്ന പോലെ കാണാൻ പോലും കിട്ടാതെ ഞാനിവിടുത്തെ, എനിക്ക് ഫ്ലാറ്റുണ്ട് ഇവിടെ, പക്ഷേ ഞാനിവിടെ നിരുന്ന് ചെയ്യാനാണ്. അപ്പോൾ അതിന് ഭേദം എനിക്ക് ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ കൂടെ വല്ലപ്പോഴും ഒന്ന് കാണുമോ, രണ്ട് പാട്ട് പാടുമോ ഒക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളിലൂടെ ഞാൻ കഴിയുന്നതും ഇവരിലൊന്നും ഇടപെടാതെ മാറി നിൽക്കും. പക്ഷേ ഞാൻ 100 വട്ടം പറയുന്നു, പെൺകുട്ടികൾ കാണിക്കുന്ന ജിജ്ഞാസയും താല്പര്യവും ആൺപിള്ളേർ കാണിക്കുന്നില്ല. അത് തന്നെയാണ് പകുതി അമ്മായിയമ്മമാർക്കുണ്ടാകുന്ന സങ്കടവും. ഒരുപാട് ഫാൻ ബേസ് ആണ് സത്യം പറഞ്ഞാൽ മല്ലിക ചേച്ചിയുടെ ഇന്റർവ്യൂസിന്. ഇപ്പം ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പം ധ്യാനം വരണം അല്ലെങ്കിൽ മല്ലിക ചേച്ചി വരണം, ഇന്റർവ്യൂ ഭയങ്കര പൊളിയായിട്ട് പോകും, എല്ലാം തുറന്നടിച്ച് പറയുന്നൊരു വ്യക്തിയാണ്. അതെ അതെ, അത് സത്യം. അത് ഞാൻ മാത്രമല്ല കേട്ടോ, സുവേട്ടൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഛായയെ എനിക്കുള്ളൂ. അത് ഡിറ്റോ പൃഥ്വിരാജിനാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ശരിയാണ്, സുവേട്ടൻ എപ്പോഴും പറയടാ, ഒരു നുണ പറഞ്ഞാലേ ആയുഷ്കാലം മുഴുവൻ ആ കേട്ടോണ്ടിരുന്നോ വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്. ഇയാൾ സത്യം പറഞ്ഞിട്ട് വരികയാണോ എന്തോ ഈശ്വര. ഇത് അതില്ലല്ലോ. നമ്മൾ കാര്യം പറഞ്ഞു, അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സുഹൃത്തുക്കളാണ് അല്ലേ. അതേസമയം ഒരു കല്ല് വെച്ച നുണ പറഞ്ഞാൽ ആളുടെ വരുന്നത് മിക്കവാറും എന്തിനാ നീ എൻ്റെ അടുത്ത് ഈ പുളു അടിച്ചത് ചോദിക്കാനായിരിക്കും എന്നാ. അത് കാരണം എന്തിനത് നമ്മൾ ആരെയും വേദനിപ്പിക്കാതുള്ള സത്യം പറയാമല്ലോ അല്ലേ. ഇപ്പം ഏതെല്ലാം പ്രശ്നങ്ങൾ എൻ്റെ കൂടെ പലരും ഏതൊക്കെ വിധത്തിൽ ചോദിച്ചിരിക്കുന്നു. ഞാനൊന്നും ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെതായ അഭിപ്രായം ഞാൻ എപ്പോഴും തുറന്നു പറയുന്ന ആളാണ്. അതൊരു സത്യം തന്നെ. ഇപ്പം അതായത് എൻ്റെ ചോദ്യം ഇതാണ്, പഴമയും പുതുമയും എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കി സംസാരിക്കുന്ന ജീവിക്കുന്ന ഒരു വ്യക്തിയാന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് ഓക്കെ ഇത് കുഴപ്പമില്ല, അപ്പം എൻ്റെ മക്കൾ അങ്ങനെ പൊക്കോട്ടെ, അവരുടെ മരുമക്കൾ ഇങ്ങനെ പൊക്കോട്ടെ, പേരക്കുട്ടികൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില്ലായിട്ടിരിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ഇത് അല്ല. അത് ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മളൊരു കുടുംബത്തിൽ വന്നു, നമ്മൾ മക്കൾക്ക് ഇഷ്ടം കണ്ട മക്കളെ ഇഷ്ടം മനസ്സിലാക്കി അവരുടെ വിവാഹം കഴിഞ്ഞു, കുട്ടികളായി. അപ്പോൾ നമ്മളിതെല്ലാം ശ്രദ്ധിക്കുകയാണ്. എന്താണ് ആ കുട്ടികളുടെ പ്രായം, അവരെങ്ങനെയാണ്, അവർ വളർന്ന പശ്ചാത്തലം കൂടെ ആലോചിക്കണം. ചില കാര്യങ്ങളൊക്കെ വീട്ടിലെ അപ്പൂപ്പനമ്മ അച്ഛൻ അമ്മ അവർ പറഞ്ഞു കൊടുത്ത് കൊണ്ടുവരേണ്ടതാണ്. ചിലരവർ കണ്ടുപഠിക്കുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചു വരുന്ന സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ ശീലിച്ചതോ നമ്മൾ പഠിച്ചതോ ആയിരിക്കില്ല. പക്ഷേ അവരൊറ്റ കാരണത്തിൽ നമ്മൾ ശാസിക്കാൻ തുടങ്ങിയാൽ നഷ്ടപ്പെടുന്ന സ്വസ്ഥത നമ്മുടെ മക്കളുടെ ആയിരിക്കും. അത് മനസ്സിലാക്കാൻ ഇപ്പോൾ എനിക്ക് എല്ലാം ഇഷ്ടമുള്ളതാണോ എൻ്റെ മക്കളും മരുമക്കളും ചെയ്തത്? അല്ല. സ്വാഭാവികമായിട്ട് അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷേ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് പോട്ടെ, അതിപ്പോൾ കഴിഞ്ഞല്ലേ, ഇനി അത് വിട്ടുകളാം, അത് കുഴപ്പമൊന്നുമില്ല എന്നേ പറയുള്ളൂ. കാരണം ഞാൻ വേണം അവരെ മെൻ്റലി ഒന്ന് സ്ട്രോങ് ആയിട്ട് നിർത്താനായിട്ട്. അപ്പം ഞാൻ കിടന്നുണ്ട് അയ്യോ മൊത്തം എന്ന് പറഞ്ഞാൽ തീരത്തില്ലേ. അപ്പം ഞാൻ ആ കാര്യത്തിൽ അത് പണ്ട് സുഖം പറയും, ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാൻ അവൾ മിടുക്കിയത്. കാരണം എനിക്ക് എൻ്റെ മനസ്സിനുള്ളിൽ വേദനയുണ്ടെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിലും ഞാനത് ജനറലായിട്ടൊരു ഒപ്പീനിയൻ പറയുന്നതല്ലാതെ ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി ആരെയും ഓവർ സുഖിപ്പിക്കാനും ഞാൻ പോയിട്ടില്ല. അയ്യോ പറയല്ലേ ഡയറക്ടർ അടുത്ത പടത്തിൽ വിളിക്കത്തില്ല, അങ്ങനെയൊന്നും എന്നെ അറിയാം എല്ലാവർക്കും. വലിയ ചേച്ചി ഇങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ഇത് ഈ ലൈഫിൽ ഇത് ഇങ്ങനെ ആയിരിക്കണം, അത് ശരിയാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ സൂചിപ്പിക്കാൻ പോകുന്നത്? ഉള്ള കാര്യം പറഞ്ഞതാണ് ചേട്ടാ, അതിൻ്റെ അകത്തെ സത്യാവസ്ഥ കേട്ടോ, തീർന്നില്ലേ കാര്യം. അതൊക്കെ കൊണ്ടപ്പോൾ എനിക്ക് അങ്ങനെ അവരുടെ ഇഷ്ടങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും ഒന്നിച്ച് ഒരു എന്താ പറയുക വളരെ അതിവിദഗ്ധമായിട്ട് കൂട്ടിക്കുഴച്ച് കൊണ്ടുപോകാൻ ഞാൻ പിടിക്കുക. പിന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ
മക്കളില്ലാതെ കിട്ടുമ്പോൾ പെൺമക്കളോട് ഞാൻ സൂചിപ്പിക്കും, വളരെ സൂക്ഷിക്കണം കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് ശത്രുക്കളാണ്. നമ്മുടെ അതിപ്പോൾ ഇവിടെ നിന്നല്ല, രാഷ്ട്രീയമാവട്ടെ, സിനിമയാവട്ടെ, അല്ലെങ്കിൽ മറ്റേത് സാംസ്കാരിക രംഗമാവട്ടെ, അല്ലെങ്കിൽ ശാസ്ത്രമേഖലയാവട്ടെ, വലുതായി കഴിഞ്ഞാൽ ശത്രുത കൂടും. അത് ശത്രുത എന്ന് പറയുന്നത് നമ്മളോടുള്ള വ്യക്തിപരമായ ശത്രുതയല്ല, പലർക്കും പല കാരണങ്ങളാണ്. ഇന്നിപ്പോൾ അടുത്ത കാലത്ത് ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു വൃത്തികേടെന്ന് പറഞ്ഞാൽ ഈ ജാതി വെച്ചിട്ടുള്ള വേർതിരിവ്. അതൊരുമാതിരി സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. കാരണം അത് മനസ്സിലാക്കുന്നില്ല ഈ പറയുന്ന കുട്ടികളൊക്കെ. അവരുടെ വീട്ടുകാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ കൊള്ളാം. ഞങ്ങളൊക്കെ പഠിക്കുമ്പോണ്ടല്ലോ ഇതൊന്നും കേട്ടിട്ടേ ഇല്ല. തിരുവനന്തപുരം വിമൻസ് കോളേജിൻ്റെ മരച്ചുവട്ടിലിരുന്ന് ഞങ്ങൾ 10-15 പേര് ഒന്നിച്ച് പാത്രം തുറന്ന് വെച്ച് കഴിക്കുമ്പോൾ ഞാൻ പലയിടത്തും എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളാരും അന്വേഷിച്ചിട്ടില്ല ഇതാരുടെ വീട്ടിലെ ആഹാരം അത്. ഇപ്പം അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്നിട്ട് ഇപ്പം എനിക്ക് എൻ്റെ മക്കളോട് അവരെ ഒറ്റയ്ക്ക് നിർത്തി പറയേണ്ട കാര്യങ്ങൾ ഒറ്റയ്ക്ക് പറയാം, മരുമക്കളില്ലാതെ പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ പറയാം. അങ്ങനെ അങ്ങ് പോകുമ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് പോകും.